ഹായ് ഫ്രണ്ട്സ്, ഗീതൂസ് കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ കേസരിയാണ്. വളരെ വേഗത്തിൽ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് റവ 1 കപ്പ്, പഞ്ചസാര, നെയ്യ്, മുന്തിരി, കശുവണ്ടി, ഫുഡ് കളർ, ഏലക്ക. ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന ടൈമിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് മുന്തിരിയും കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കശുവണ്ടിയും മുന്തിരിയും വറുത്തെടുത്തതിന് ശേഷം ഒരു ഗോൾഡൻ കളറായി വരുന്ന ടൈമിലേക്ക് നമുക്കിതിനെ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. 1 കപ്പ് റവ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേ നെയ്യിലിട്ട് ഈ റവ വറുത്തെടുക്കാം. ഇവിടെ ഞാൻ പാക്കറ്റിലുള്ള റവയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. റവ ഒരു ബ്രൗൺ കളറായി വരുന്ന ടൈമിലേക്ക് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം 1 കപ്പ് റവയ്ക്ക് 3 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഏലക്ക, 1/4 ടീസ്പൂൺ ഫുഡ് കളർ നമുക്ക് നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഇതുപോലെ വെള്ളം നന്നായിട്ട് ഇളക്കിയിട്ട് വേണം റവ ഇട്ട് കൊടുക്കാനായിട്ട്. റവ ഇടും തോറും നിങ്ങൾ വെള്ളവും നന്നായിട്ട് കലക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ റവ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഏകദേശം ഇതുപോലെ കുറുകി വരുന്ന ടൈമിലേക്ക് നമുക്ക് പഞ്ചസാര കൂടി നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മധുരം നന്നായിട്ട് വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായി ഒരു കുറുകി വന്നതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ കേസരി ആയിട്ടുണ്ട്. ഇതുപോലെ ആകുന്ന ടൈമിൽ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലുള്ള പാത്രം എടുക്കാം. ഇവിടെ ഞാനൊരു പരന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നെയ്യ് അല്ലെങ്കിൽ കുറച്ച് എണ്ണ പുരട്ടണം. ഇപ്പം കുറച്ച് മുന്തിരിയും കശുവണ്ടിയും കൂടെ വെച്ചിട്ടുണ്ട്. അത് വയ്ക്കുന്നത് നിർബന്ധമല്ല, വേണമെങ്കിൽ വെച്ചാൽ മാത്രം മതി. നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാവുന്നതാണ്. കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്ക് കേസരി ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്